ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോനാസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചുള്ള ഒരു പുളിശ്ശേരിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനൊരു 300 ഗ്രാം വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരുവെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് അതിലോട്ട് നമുക്ക് ഈ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു 4 മിനിറ്റ്സിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ചെറുതായി നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 4 മിനിറ്റ്സും കൂടെ ഇത് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമ്മൾക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങയും 1/2 അല്ലി വെളുത്തുള്ളിയും 4 ചുമന്നുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂടി തുറന്ന് നോക്കൂ. ഇപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം പറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഉടച്ചു വെച്ച തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് 1/2 മിനിറ്റ് നേരം ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി സമയം ചൂടാക്കരുത്, തൈര് പെരുത്തു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിന് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിക്കുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളരിക്ക പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.